അങ്ങനെ അതിനുശേഷം ഗംഗങ് ഇപ്പൊ വീട്ടിലേക്ക് വന്നോണ്ട് ഇവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വീണ്ടും വിളിച്ച് പാർട്ടി കൊടുക്കും. അപ്പോഴാണ് അവരൊക്കെ ഇന്നലെ ഇവള് പാർട്ടിക്ക് വരാത്തോണ്ട് വലുതായിട്ടൊന്നും മിണ്ടാതിരിക്കുമ്പം ഇവളെല്ലാവരും സോറി പറഞ്ഞിട്ട് അവൾക്കൊരു ചാൻസും കൂടെ തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവരും എന്തായാലും പാർക്കിലേക്കൊക്കെ വിളിച്ചോണ്ടെന്നുണ്ട് ഇവളെ ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഇപ്പൊ ഗംഗങ്ങിന്റെ ബർത്ത്ഡേ ആഘോഷിക്കും. അതിനുശേഷം ഷൗമയും യൂഹയ്ക്ക് അവന്റെ ക്വിസ് കോമ്പറ്റീഷന് 3rd പ്രൈസ് കിട്ടിയെന്ന് പറയുമ്പോൾ അവലെ സന്തോഷത്തിൽ ഇവന് കൺഗ്രാജുലേഷൻ പറയും. അതിനുശേഷം ഷൗമയും അതിന്റെ കൂടെ വേറൊരു സാധനം കൂടെ കിട്ടിയെന്ന് പറയാൻ വരുമ്പം യൂഹയാണ് അത് ഇവളോടൊന്നും പറയേണ്ടെന്ന് പറഞ്ഞ് അവനും കുറച്ച് പേടിച്ചൊക്കെ ഇരിക്കും. അപ്പോഴാണ് ഷൗമയും പറയുന്ന ഇവന് ക്വിസ് കോമ്പറ്റീഷന് 3rd പ്രൈസ് കിട്ടിയതുകൊണ്ട് ഇവൻ ഇപ്പൊ തന്നെ കോളേജ് അഡ്മിഷൻ എടുക്കാന്ന്. അതുകൊണ്ട് ഇനി ഇവൻ സ്കൂളിലൊന്നും വരുത്തില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് ഗംഗങ്ങിന് അപ്സെറ്റ് ആയാലും അവളത് പുറത്തൊന്നും കാണിക്കാതെ ഇവന് കൺഗ്രാജുലേഷൻ പറയും. അപ്പോഴാണ് പെട്ടെന്ന് എല്ലാരും കൂടെ ഇവളിതൊക്കെ വിശ്വസിച്ചോന്ന് പറഞ്ഞ് അവളെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അവളും അപ്പൊ ഇങ്ങനൊന്നും നടന്നില്ലെന്ന് പറഞ്ഞ് അവള് ഷൗമി അടിച്ചിട്ട് പൊട്ടിക്കാൻ വേണ്ടി പോകും. അതിനുശേഷം അവൾ യൂഹയായിട്ടിരുന്ന് സംസാരിക്കുമ്പോഴാണ് അവനാണ് ഇവൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ച ഗിഫ്റ്റ് അവന്റെ അച്ഛൻ ആഫ്രിക്കയിൽ തന്നയച്ച ഓസ്ട്രിച്ചിന്റെ മുട്ടയെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും അവൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു മരം വയ്ക്കണമെന്ന് പറയും. അങ്ങനെയാണ് ഫ്യൂച്ചറിൽ നമുക്ക് സാക്ഷിയായിട്ട് ആ മരം കാണുമെന്ന് ഇവന്റെ കൂടെ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ കണ്ണി പൊടി വീണുടനെ അവളെ ദൂതി തരാൻ വേണ്ടി പറയുമ്പം ഇവൻ എവിടാന്നറിഞ്ഞ് ഇവളുടെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ബാക്കി എല്ലാവരും കൂടെ ഇവരെന്തോ പബ്ലിക്കായിട്ട് കിസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരൊക്കെ തെറ്റിയിരിച്ചിട്ട് ഇവരെ നോക്കി കുറച്ച് കളിയാക്കിയ രീതി റിയാക്ഷനെ കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവർക്കാണെന്ന് മനസ്സിലാവാതെ ഇവർക്ക് ഇത് എന്തോ പറ്റിയെന്നറിഞ്ഞ് അവർ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഗംഗങ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ലൂഷ്യൻഹെ ആണ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഇവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവനും ഇവളുടെ വെക്കേഷനൊക്കെ എങ്ങനെ പോയി ചോദിക്കുമ്പോൾ അവൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് ബോറടിച്ച് പോയതാന്ന് പറയും. എന്നിട്ട് അവളും ഇവനിപ്പോ സ്കൂൾ മാറിയിട്ട് അവിടുത്തെ സ്കൂളിലെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ ഇവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയും. കൂടാതെ ഇവളെ കണ്ടിട്ടൊന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൾക്കൊരു പെയിന്റിംഗ് ഗിഫ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ അവളാണ് ഇത് അവളെയാണ് വരച്ചേക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നെ ഇവളല്ലാതെ വേറെ ആരും വരയ്ക്കുമെന്ന് പറഞ്ഞ് ഇവൾ ഫ്രീഡം ആയിട്ട് ജീവിക്കാൻ വേണ്ടിയ ഈ ഒരു പാട് ഇവൾക്ക് വരച്ചു കൊടുത്തെന്ന് പറയും. അങ്ങനെ അത് കണ്ട് അവളും കുറച്ച് ഇമോഷണലായി ഇവനെ താങ്ക്സ് പറയുമ്പോൾ അവനാണ് എങ്കിൽ പിന്നെ തിരിച്ച് ബെയ്ജിങ്ങിലോട്ട് തന്നെ പോകാന്ന് പറഞ്ഞ് ഇവൾക്ക് അവസാനമായിട്ട് ഒരു ലെറ്ററും കൂടെ കൊടുക്കും. അപ്പോഴാണ് അവളും ഈ ലവ് ലെറ്റർ ഇതുവരെ തീർന്നില്ലെന്ന് പറഞ്ഞ് അവളതിട്ട് ചിരിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇവനും ഇവളുടെ പുറകെ തന്നെ വന്നിട്ട് റെയിൽവേ ട്രാക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കും. അങ്ങനെ ഇത് കണ്ട് ഇവളും ഇവൻ എന്തിന് അവിടെ തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പോൾ തന്നെ അവനും കരഞ്ഞോണ്ട് ഈ ലൂഷ്യൻഹേക്ക് ഗംഗങ്ങിന് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് ഇവരുടെ സ്കൂളൊക്കെ ഓപ്പൺ ആകുമ്പോഴാണ് യൂഹയാണ് വെക്കേഷൻ സമയത്ത് ഹോംവർക്ക് ചെയ്ത് ഇവൾ എന്തും എടുത്തെന്ന് പറഞ്ഞ് അവൻ ക്ലാസ്സിൽ കയറുന്ന മുമ്പ് ഇവൾക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം സാർ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇവരുടെ വെക്കേഷനൊക്കെ എങ്ങനെയും ചോദിക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തിൽ സമയം പോയത് അറിഞ്ഞതേ ഇല്ലെന്നറിയും. അതോടെ സാറും ക്ലാസ് ലീഡറിനെ കണ്ടിട്ട് കുറച്ച് വെയിറ്റ് വെച്ച പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം അവനാണ് വളരുന്ന കുട്ടിയെ കളിയാക്കല്ലേ സാർ എന്നറിഞ്ഞ് അവന് തിരിച്ചു പറയും. എന്നിട്ട് സാർ ഇവരോടൊക്കെ ഒരു സ്ലിപ്പ് കൊടുത്തിട്ട് ഈ വർഷം ആർട്സ് പഠിക്കുന്നവരും സയൻസ് പഠിക്കുന്നവരും വേറെ വേറെ ക്ലാസ്സിലേക്ക് മാറാൻ പോകുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണോ അത് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുമ്പം ഇത് കേട്ട് ബീറ്റിയും അവൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് സാറും ഇവർക്ക് ഏത് സബ്ജക്റ്റ് ആണോ നല്ലോണം പഠിക്കാൻ പറ്റുന്നത് ആ സബ്ജക്ട് ചൂസ് ചെയ്ത് ഇവരുടെ പാരന്റ്സുമായിട്ട് സംസാരിച്ചു നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ ചുമ്മാ ഏതൊരെണ്ണം സെലക്ട് ചെയ്യാതെ ഇവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് നല്ലോണം ആലോചിക്കാൻ വേണ്ടി സാറ് പറയുമ്പം ഗംഗങ്ങാണ് യൂഹയോട് അവൻ ഏതാ സെലക്ട് ചെയ്യാമോന്നും ചോദിക്കും. അപ്പോഴാണ് അവന് സയൻസാ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആ സയൻസിനെ ചൂസ് ചെയ്യാമോന്ന് പറയും. അല്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഇപ്പോഴവൻ ടെൻഷൻ ആകുന്നില്ലെന്ന് പറയുമ്പോൾ സാർ ഇവരൊക്കെ സയൻസ് ചൂസ് ചെയ്യാണ് ഇതേ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ബീറ്റി സാറിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് കൂടെ വരുമ്പം സാറ് ഇവൾക്ക് ഡിവിഷൻ മാറുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണെന്ന് ചോദിക്കും. അങ്ങനെ ഇവൾക്ക് ക്ലാസ് മാറാൻ താല്പര്യമില്ലെന്ന് സാർക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ഇവളുടെ ടാലന്റ് വെച്ച് നോക്കുവാണ് ഇവൾ സയൻസിന് ഇതുവരെ ഒരു നല്ല മാർക്ക് പോലും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ആർട്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറഞ്ഞ് സാറ് കുറെ അഡ്വൈസ് ഒക്കെ തരുമ്പം ഇവളാണ് അതൊന്നോർത്തല്ല വിഷമിച്ചിരിക്കുന്നത്. ഇനി സാറിന്റെ ക്ലാസ് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക. അതുകൊണ്ട് അവളും എങ്കിൽ പിന്നെ ഇവളെ മറ്റേ ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കാൻ പോകണം ചോദിക്കുമ്പോൾ സാറാണ് ഇവൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്ത് തന്നേ ഉള്ളു, പക്ഷെ ഇത് ഇവളുടെ പാരന്റ്സിനോട് ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കേണ്ടതെന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ അഡ്വൈസിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് ദേഷ്യത്തെ അവിടെ നിന്ന് പോകും. അങ്ങനെ അതേപോലെ ഇപ്പൊ എല്ലാവരും ഡിവിഷൻ മാറുന്നതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആയിരിക്കുക. അങ്ങനെ ഇവരുടെ കൂട്ടുകാരി സംഗ്ഡാൻ ഹങ്ഷു സയൻസ് പഠിക്കുന്നുണ്ട്, അവള് സയൻസ് പഠിക്കാനാണ് തീരുമാനിച്ച. അതേപോലെ ഗംഗങ്ങും അവളെ ഏതെടുക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ബീറ്റിയും നമ്മളൊക്കെ സയൻസ് പഠിച്ച തോറ്റ് തൊപ്പിയെടുത്തുള്ളെന്ന് പറഞ്ഞ് പുതിയ ജീവിതത്തിന് ഇവരെ തയ്യാറാകാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ഉച്ച സമയത്ത് ഇവിടെ ബീറ്റോട് അവർ രണ്ടുപേരും കൂടെ ഇവൾ ആർട്സ് ചൂസ് ചെയ്ത് ക്ലാസ് മാറിപ്പോയ പിന്നെ സാറിനെ മിസ് ചെയ്യത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട അവളും ഇവൾക്ക് സാറിന്റെ മേൽ എന്തോ ബന്ധം ചോദിക്കും. കാരണം സാറ് തന്നെ ഇവളെ ക്ലാസ് മാറാൻ പറഞ്ഞ. അതുകൊണ്ട് അവളും സാറും ഇവളും ഒരു ടീച്ചർ സ്റ്റുഡന്റാന്ന് പറഞ്ഞിട്ട് ഇവളുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയ അങ്ങോട്ടേക്ക് മാറി നിന്ന് പറയും. കാരണം ഇവളെ കൊണ്ട് സയൻസ് ഒന്നും പഠിച്ച് മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലെന്ന് ഇപ്പൊ ഇവളുമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കഴിക്കാൻ വരുന്ന ടീച്ചറാണ് ഇവള് പറഞ്ഞു കേട്ടിട്ട് അവിടുത്തെ കുറച്ച് സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും സയൻസിനെ പോലെ തന്നെ ആർട്സും നമ്മളെ വലിയ വലിയ കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് രണ്ടിനും സെയിം പവറാന്ന് ഇവർ
പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ട് ബീറ്റ് ചെയ്യാൻ അടുത്തേക്ക് വന്നിട്ട് എങ്കിൽ പിന്നെ അവളിപ്പോ സയൻസിൽ നിന്ന് ആർട്സിലോട്ട് മാറുന്ന നല്ല കാര്യമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ടീച്ചറും ഇഷ്ടപ്പെടുന്നവർക്ക് മാറാം, പക്ഷെ ഇവളെ പോലെ മാർക്കില്ലാത്തതുകൊണ്ട് ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയൊന്നും അങ്ങോട്ടേക്ക് മാറണ്ടെന്ന് പറയും. കാരണം അങ്ങനെ മാറിയാലും ഇവിടെയും സയൻസിനെ പോലെ കഷ്ടപ്പെട്ട് പഠിച്ചാലേ മാർക്ക് കിട്ടത്തുള്ളെന്ന് ടീച്ചർ പറയുമ്പം അടുത്ത സെക്കൻഡ് തന്നെ ഇവളെ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് ഇനി ആർട്സിലോട്ട് ഞാൻ മാറാൻ പോകുന്നെല്ലാം പറയുവാണ്, എന്റെ പേര് ഇനി തലതിരിച്ച് വിളിച്ചാൽ മതി എന്നിട്ട് ഇവൾ അപ്പം തന്നെ ആ സ്ലിപ്പ് കീറിയാൻ കളയും. അങ്ങനെ ഇതോടെ എല്ലാവരും കൂടെ പൊളിച്ചു പീറ്റെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് ആകെ എനർജറ്റിക് ആയിട്ട് അടിക്കുന്ന ക്ലാസ് ലീഡറാണ്. കാരണം അവന് സയൻസ് ആയതുകൊണ്ട് ഇവളെ കൂടെ കാണുന്നുള്ള സന്തോഷം. പക്ഷെ അവളുടെ കൂട്ടുകാരിയും ഇത്രയും പെട്ടെന്ന് ആ തീരുമാനം എടുത്തത് കുറച്ച് ഓവറായില്ലേന്ന് ചോദിക്കുമ്പം അവളാണ് എന്തോ ഓവർ, നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്ന എന്തായാലും നമ്മൾ തന്നെ, പക്ഷെ വിധി നമ്മളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനിച്ചാലും നടക്കേണ്ടതെല്ലാം നടന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്യാം, നിങ്ങളൊക്കെ എന്തോ പറയുന്നത് എന്നിന് അവളും ചോദിക്കുമ്പം അവിടുന്ന് ഒരു കൊച്ചാണ് ഇവളോർന്ന് ശരിയാന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ക്ലാസ് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയും. അത് കേട്ട് ബീറ്റിയും ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് അവൾ വൃത്തിയാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന യൂഹയും ഇവളെന്തിന് ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് വന്നിരിക്കുമ്പം ഗംഗങ്ങും അവൾ ഡിവിഷൻ മാറുന്നില്ലെന്ന് സ്ലിപ്പ് കീറിയ കാര്യമൊക്കെ പറയും. അപ്പോഴാണ് യൂഹയും എടുത്ത് ചാടൽ പറഞ്ഞ് അവന് പുച്ഛിച്ചിരിക്കും. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഗംഗങ്ങും അവൾക്കറിയാവുന്ന മറ്റേ സീനിയറിനെ കാണാൻ പോയിട്ട് ഇവൾ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും എന്ന് പറയും. അപ്പോഴാണ് ഇത് കിട്ടാ സീനിയറും ഏത് ചൂസ് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് ഏതാണെന്ന് തോന്നുന്നത് അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഇവൾ അഡ്വൈസ് ചെയ്യുമ്പം ഗംഗങ്ങും അതുമാത്രമല്ല പ്രശ്നം, ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ക്ലാസ് മാറിപ്പോയാൽ പിന്നെ അധികം ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ യൂഹയെ കുറിച്ച് ആലോചിച്ചിട്ടാ ഇവള് തീരുമാനം എടുക്കാത്ത. അതേപോലെ ഇവിടെ യൂഹയും അവന്റെ കൂട്ടുകാരനോട് ഇവൻ സയൻസ് എടുക്കാതെ ആർട്സ് എടുക്കുവാണ് അത് പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറത്തില്ലെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം ഷൗമയാണ് ലാംഗ്വേജിന് നല്ല മാർക്ക് പോലും വാങ്ങിക്കാത്ത നീ എന്തിനാണ് ആർട്സ് എടുക്കുന്നതെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയും. അതിനുശേഷം അന്ന് വീട്ടിൽ വെച്ച് ഗംഗങ്ങും അവളുടെ അമ്മയുടെ അഡ്വൈസ് ചോദിക്കുമ്പോഴാണ് അവരാണ് സയൻസിന്റെ അത്രയും ആർട്സ് നല്ലതല്ലെങ്കിലും ഇപ്പൊ ഇവളുടെ മാർക്കാ നോക്കണ്ടെന്ന് പറഞ്ഞ് ഇവൾ ആർട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. ഇതേക്ക് ഇവളുടെ അച്ഛനും ആർട്സിനെ കുറിച്ച് എന്തോ ഇത്ര മോശമായിട്ട് അറിയുന്നത്, നിന്റെ അമ്മയ്ക്ക് ഹിസ്റ്ററി ഒന്നും അറിയത്തില്ലെന്നാ തോന്നുന്നത് എന്ന് ഇവരുടെ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ ഇവളും അഡ്വൈസ് ചോദിച്ച് സമാധാനപ്പെടാൻ വന്ന ഇവർ രണ്ടുപേരും കൂടെ തർക്കിക്കുവാണല്ലോ എന്ന് പറഞ്ഞ് വേണേ അച്ഛൻ തന്നെ അമ്മയോട് സംസാരിച്ചെന്ന് ഫോൺ കൊടുക്കും. അപ്പോഴാണ് അച്ഛനും അതിന്റെ ഒന്നും ആവശ്യമില്ല മോൾ സംസാരിച്ച് എന്നിന് അങ്ങേ നൈസിന് മുങ്ങാൻ നോക്കുമ്പോൾ അമ്മയാണ് അയാൾക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഫോൺ വാങ്ങിച്ച അടുത്ത സെക്കൻഡ് അച്ഛൻ അങ്ങ് സൈലന്റ് ആകും. അതിനേശ് രാത്രി കിടക്കാൻ പോകുന്ന മുമ്പ് അച്ഛനും ഗംഗങ്ങിനോടൊന്ന് ഇവൾ ആർട്സ് എടുക്കുന്നത് നല്ലെന്ന് പറയുമ്പം അവളാണ് അത് ആദ്യമേ നിങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ ഒന്നും കൂടെ എന്തിനാ ക്ലാസ് എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളുടെ അച്ഛനും ഇവളുടെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞതെന്ന് ഇവളെ നേരത്തെ ഉറങ്ങാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനേശം അടുത്ത ദിവസം ഇവള് വീണ്ടും ആ സീനിയറായിട്ട് സംസാരിക്കുമ്പം ഇവൾക്ക് യൂഹയെ ഇഷ്ടമുള്ളതുകൊണ്ട് ക്ലാസ് മാറാനും തോന്നുന്നില്ലെന്ന് പറയും. പക്ഷെ എന്നാലും ഇവളുടെ പഠിത്തത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പം ഇത് കേട്ട ആ സീനിയറും എങ്കിൽ പിന്നെ ഇവൾക്ക് ആ പയ്യന് ഇഷ്ടമാ, പക്ഷെ ആ പയ്യന് തിരിച്ച് ഇവളോട് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് ഇവൾക്ക് തന്നെ ഉറപ്പില്ലെന്ന് മനസ്സിലാക്കും. പക്ഷെ എന്നിരുന്നാലും ഈ സമയം തിരിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇവളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറയുമ്പം ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് ചേച്ചി പഠിത്തത്തിനെ കുറിച്ച് അഡ്വൈസ് ചെയ്യുന്ന വിചാരിച്ച, കാരണം ഞാൻ ക്ലാസ് മാറിപ്പോയ ഞങ്ങളുടെ ബന്ധത്തിന് ഒരു കുഴപ്പവും പറ്റത്തില്ലെന്ന് അങ്ങനെ വല്ല സംസാരമാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നിന് ഇവളും പറയുമ്പം ആ സീനിയറും അവളുടെ ജീവിതം തന്നെ അവൾക്ക് എങ്ങനെ കൊണ്ടുപോകാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ആദ്യം അവളത് ആലോചിക്കുമെന്ന് പറയും. അപ്പോഴാണ് ഗംഗങ്ങും സീനിയറിനെ ആരെയൊക്കെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പം അവളും കുറച്ച് നാണിച്ചിട്ടൊക്കെ അവളുടെ ഇഷ്ടം പോലും ആ പയ്യനോട് പറയാൻ ധൈര്യമില്ലെന്ന് പറയും. അതിനുശേഷം ക്ലാസ്സിൽ വെച്ച് ഗംഗങ്ങ് പ്രോബ്ലം ചെയ്യാറിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഇവനാണ് ഇവളുടെ ബ്രെയിൻ ഒരു ബാഗിനകത്തല്ലേ വച്ചേക്കോണെന്ന് പറഞ്ഞ് ഇത് എത്രാമത്തെ പ്രാവശ്യം പറഞ്ഞിരുന്നേന്ന് അവൾ ഒന്നും കൂടെ പഠിപ്പിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും ദേഷ്യത്തി ഇവൾക്ക് സയൻസും മാങ്ങാത്തൊലിന്ന് അറിയത്തില്ലെന്ന് അറിഞ്ഞ് ഇവളെ വെറുതെ ഇടാൻ പറയും. അങ്ങനെ ആ സമയത്താണ് ഇവൾക്ക് ലൂഷ്യൻ ഹെഡ് എടുത്തിരുന്ന് ഒരു ലെറ്റർ വരുന്നത്. അതോടെ യൂഹ്യം കുറച്ച് ജലസാവും. അതിനേശി വീട്ടിൽ ചെന്ന് ഇവൾക്കൊന്ന പോസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം അവനാണ് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഇവൾക്ക് പടം വരച്ച് തന്നേക്കും. കാരണം ഇപ്പൊ മോഡേൺ ഫോൺസ് ഒന്നും ഇല്ല, എല്ലാവരുടെ കയ്യിൽ കീപാഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അതിനേശം അടുത്ത ദിവസം ഇവിടെ ഗേൾസ് എല്ലാവരും കൂടെ വോളിബോൾ ടീമിൽ ചേരാൻ വേണ്ടി പേരെടുക്കുമ്പം ഗംഗങ്ങാണ് അവളും കൂടെ ചേരുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് പുറത്ത് വെച്ച് ബോയ്സിന്റെ കൂടെ ട്രെയിനിങ് ചെയ്യുമ്പോഴാണ് യൂഹയും ഇവൾക്ക് നല്ലോണം പന്ത് ത്രോ ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് അവളെ കുറെ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ അതെല്ലാം സഹിച്ച് ഇവനെ അടിക്കുന്ന പോലെ ആ പന്തൊക്കെ അടിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പം അറിയാതെ ഒരു പന്താണ് ഇവളുടെ തലയെ വന്ന് വീഴും. അങ്ങനെ അതിനേശം അവൾ ദേഷ്യത്തി അവിടെ നോക്കുമ്പം യൂഹയും പുറകെ വന്നിട്ട് ഇവൾക്ക് വേദന ഉണ്ടോന്ന് പറഞ്ഞ് അവളുടെ തല നോക്കിയിട്ട് ഇതിന്റെ അകത്ത് ഒന്നില്ലാത്തോണ്ട് ഇവൾക്ക് വേദന എടുക്കാൻ ചാൻസ് കുറവാന്ന് പറയും. അപ്പോഴാണ് അവളും ഒരു പക്ഷെ ഇനി ഇവളെ കാണത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഇവന്റെ സ്വഭാവം ഇപ്പൊ ഇങ്ങനെ മാറി തുടങ്ങിയോന്ന് അവൾ തിരിച്ചു ചോദിക്കുമ്പം അവനാണ് അതെന്തോ കാണാൻ പറ്റാത്തെന്ന് പറഞ്ഞ് അവൻ തിരിച്ച് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവൾ മിക്കവാറും സയൻസ് അല്ല ആർട്സിന്റെ ക്ലാസ്സിലേക്ക് മാറാൻ ചാൻസ് എന്ന് പറയും. ഇതേക്ക് അവനും ഇവളെങ്കിൽ പിന്നെ തീരുമാനിച്ചോന്ന് ചോദിക്കുമ്പം അവളും തീരുമാനിച്ചില്ല, പക്ഷെ ഇവളുടെ വീട്ടിൽ നിന്ന് ആർട്സ് എടുക്കാൻ വേണ്ടിയാ പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് ഇവൾ എന്ത് തീരുമാനം എടുക്കാൻ ഇവൻ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇതേക്കുന്ന യൂഹയും ഇത് ഇവളുടെ ഫ്യൂച്ചർ അല്ല ഇവള് തന്നെ എടുക്കേണ്ട തീരുമാനം എന്ന് പറയും. അതുകൊണ്ട് തന്നെ അവളും ദേഷ്യത്തി ഇവനോട് തിരിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. ഇതേ സമയം പുറത്ത്
അവിടുത്തെ ക്ലാസ് ടീച്ചറും മാക്സ് സാറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും ഹിങ്ങിയാറ ലവ് സ്റ്റോറിയെ കുറിച്ച്. അപ്പോഴാണ് ക്ലാസ് ടീച്ചറും അയാളുടെ ക്രഷ് ഡിങ്ങിനെ വരാമോന്ന് അവളുടെ ബർത്ത്ഡേക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന പറയുമ്പം ഇത് കേട്ട് മാക്സ് സാറാണ് കൊച്ചു കള്ളാന്നറിഞ്ഞ് ഇവരെന്റെ ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ സൈഡിൽ നിന്ന് കേൾക്കുന്ന ബീറ്റയാണ് മൊത്തത്തിൽ അങ്ങ് തകർന്നു പോകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവളുടെ 2 ഫ്രണ്ട്സും ഇവൾക്ക് ഇത് എന്തോ പറ്റിയും ചോദിക്കുമ്പം അവളാണ് സങ്കടത്തി സാറിന് ക്രഷൊക്കെ ഉണ്ടെന്ന് അറിയും. അങ്ങനെ അങ്ങേര് ചെന്ന് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന പറയുമ്പം ഇത് കേട്ട് ഇവളുമാരാണ് അവളെ സമാനപ്പെടുത്തും. അപ്പോഴാണ് ഗംഗങ്ങും ഒരു ടീച്ചറായിട്ടല്ലേ കാണുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പം ഇവൾ അവൾക്കോലും അറിയാതെ തന്നെ കരച്ചിൽ വരുമെന്ന് അറിയും. അപ്പോഴാണ് ഗംഗങ്ങും എന്തായാലും സാറിന്റെ ക്രഷ് അല്ലേ, ഗേൾ ഫ്രണ്ട് ഒന്നും ആയില്ലല്ലോ, അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് ഇവർ 2 പേരും കൂടെ അവളെ സമാനപ്പെടുത്തും. അങ്ങനെ അവസാനം സാറും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആ പെങ്കൊച്ചിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പുറത്ത് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ ചെന്നേക്കും. അതേസമയം ബീറ്റയും സാറിനെ ഫോളോ ചെയ്തതിന് മുമ്പം പെട്ടെന്ന് സാറാണ് ഇവളെ കണ്ടിട്ട് ഇവളോട് എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ അങ്ങോട്ടേ കൈ കാണിച്ചിട്ട് ഷോപ്പിങ്ങിന് വന്നേന്ന് പറയുമ്പം സാറാണ് കുറച്ച് നാണിച്ചിട്ട് ഇവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചെടുത്ത് ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സാറ് ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി വന്നേന്ന് പറയുമ്പം ഇവളാണ് എല്ലാം പെങ്കൊച്ചാണെന്ന് ചോദിക്കും. അപ്പോഴാണ് സാറും ഇവളോട് മാത്രം പറയാം വേറെ ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ട് അവളോട് ആദ്യം പ്രോമിസ് വാങ്ങിക്കും. എന്നിട്ട് സാറും കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു ജൂനിയറിന് ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ ഇവളോട് പറഞ്ഞിട്ട് അവളുടെ ബർത്ത്ഡേക്ക് ഇന്ന് സാറ് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നറിയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ബീറ്റയും എങ്കിൽ പിന്നെ രാത്രി നിങ്ങൾ ഒരുമിച്ച് ഡിന്നറിനൊക്കെ പോകുവാണ്, സാറിന്റെ ഡ്രസ്സൊന്നും അത്രയ്ക്കും പോരല്ലോ എന്നിട്ട് അവൾ അപ്പം തന്നെ സാറിനെ വിളിച്ചോണ്ട് ഒരു പുതിയ കോട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പം പക്ഷെ സാറാണ് ആ ഡ്രസ്സിന്റെ വില കണ്ടിട്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുമ്പം അവൾ അത് മനസ്സിലാക്കി പറഞ്ഞ പോലെ സാറിന് ഇത് ഒട്ടും ചേരത്തില്ല എന്നിട്ട് അവളും കുറച്ച് വില കുറഞ്ഞ കോട്ടെടുത്ത് സാറിന് ചേരുന്ന പോലെ വാങ്ങിച്ചു കൊടുക്കും. അതിനെ ശിവർ അവിടെ നിന്ന് പോകുന്ന മുമ്പേ ബീറ്റയാണ് സാറിന് ഗിഫ്റ്റ് ആയിട്ട് ഒരു ടൈയും കൂടെ വാങ്ങിച്ചു കൊടുക്കുമ്പം സാറാണ് അത് കണ്ടിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു കൊടുക്കാൻ പറയും. അപ്പോഴാണ് അവളും പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് സാറിന് എന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പം അങ്ങേരാണ് ഇത് വാങ്ങിച്ചെന്നുണ്ടെന്നും ഇവൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് തരത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അതേസമയം ഇവിടെ ഗംഗങ്ങും അവൾക്ക് ഏത് സബ്ജക്ട് ചൂസ് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂസ് ലൂഷ്യൻ ഹേ വിളിച്ച് ചോദിക്കുമ്പം അവനാണ് സത്യം പറഞ്ഞ ഇത് ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവളുടെ മനസ്സറിയുന്ന കേൾക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റ് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.